നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. BMS ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരത്ത് പോസ്റ്റൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി എന്ന വാർത്തയുടെ യാഥാർത്ഥ്യം പുറത്തു പറയുകയാണ് കാസ. കരോൾ ഗാനം പാടിയാൽ ഗണഗീതവും പാടണമെന്ന് BMS ആവശ്യമുന്നയിച്ചുവെന്നും അവരുടെ ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരത്ത് തപാൽ വകുപ്പിന്റെ സർക്കിൾ ഓഫീസിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയെന്നുമായിരുന്നു വാർത്ത. പതിവ് പോലെ ഇടതു വലത് സുഡാപ്പി ഹാൻഡിലുകൾ ഏറ്റെടുത്ത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ച് ചർച്ചയ്ക്കിടയാക്കിയ വാർത്ത വ്യാജമാണെന്നും ഇത് 100% വ്യാജമാണെന്നും കാസ പറയുന്നു. സത്യത്തിൽ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ആളുകൾ തന്നെയാണ് ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണക്കാർ. എന്താണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം? നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ തപാൽ വകുപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ തിരുവനന്തപുരത്തെ CPMG ഓഫീസിൽ റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷവും കാരൽ ഗാനവും ഒക്കെ പതിവായി നടത്തി വരുന്നതാണ്. ഓഫീസ് സ്റ്റാഫിൽ നിന്നും മാസം 10 രൂപ പ്രതിമാസ വരിസംഖ്യ ഈടാക്കി പ്രവർത്തിക്കുന്ന പ്രസ് റിക്രിയേഷൻ ക്ലബിന്റെ ആഘോഷങ്ങൾ യാതൊരുവിധ ജാതിയോ മതമോ ഒന്നും തന്നെ ആരും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളുടെയും വിശേഷ ദിവസങ്ങൾ റിക്രിയേഷൻ ക്ലബ് ആഘോഷിക്കാറുമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ ഓഫീസിൽ പോസ്റ്റൽ അസിസ്റ്റന്റായി സേവനം ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിനി ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭാ വിഭാഗക്കാരിയായ രേഷ്മ മേരിയാണ് വർഷങ്ങളായി ഓഫീസിലെ ക്രിസ്മസ് ആഘോഷത്തിലെ കാരൽ ഗാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നതും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും ഉൾപ്പെടെ ഇത്തരം എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ജീവനക്കാരിയായിരുന്നു രേഷ്മ മേരി. എന്നാൽ ഇക്കാലം അത്രയും ഇടതുപക്ഷ പോസ്റ്റൽ ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് NFPE അംഗമായിരുന്നു രേഷ്മ മേരി. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഈ സംഘടനയിൽ നിന്നും അംഗത്വം രാജിവെച്ച് BMS അനുകൂല പോസ്റ്റൽ ജീവനക്കാരുടെ സംഘടനയായ ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ BPAOEU ചേർന്നിരുന്നു. അതിനെ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് ശേഷമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിൽ രേഷ്മ മേരിയെ ആഡ് ചെയ്യുകയും പതിവ് പോലെ കാരോൾ ഗാനത്തിന്റെ ചുമതല രേഷ്മ മേരി ഏറ്റെടുക്കുകയും ചെയ്തത്. കാരോൾ പാടുന്നതിനുള്ള ഗാനങ്ങളും അതിന്റെ വരികളും എല്ലാം രേഷ്മ മേരി ഗ്രൂപ്പിലിടുകയും അവിടെ ഉണ്ടായിരുന്നവർ അതെല്ലാം അംഗീകരിക്കുകയും അതിനുവേണ്ടി പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതുവരെ സുഗമമായി പോയിരുന്നു. ഒരു പ്രശ്നങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല. ആ ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച രാത്രി BMSകാരെ കാരോൾ ഗാനം പാടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി രേഷ്മയെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ക്രിസ്മസ് പരിപാടികൾ നടത്തേണ്ട റിക്രിയേഷൻ ക്ലബിന്റെ ഗവേണിംഗ് കൗൺസിൽ ഒരു BMS അംഗം മാത്രമാണുള്ളത്. ബാക്കി ഭൂരിപക്ഷവും NFPE എന്ന ഇടത് സംഘടനയുടെ അംഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ റിക്രിയേഷൻ ക്ലബിന്റെ ഗവേണിംഗ് കൗൺസിൽ അന്തിമ തീരുമാനം ഇടതുപക്ഷക്കാരുടെ തന്നെയാണ്. രേഷ്മ മേരിയെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിനെ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാതെ വന്നതോടെ BMS പോസ്റ്റൽ യൂണിയൻ നേതൃത്വം രേഷ്മ മേരിയെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചെടുക്കണമെന്നും അവരെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ NFPE സർക്കിൾ സെക്രട്ടറിയായ മുഹമ്മദ് മാഹിന്റെ ഒത്താശയോടെ റിക്രിയേഷൻ ക്ലബിലെ ഇടത് നേതാക്കൾ രേഷ്മ മേരിയെ തിരിച്ചെടുക്കുന്നതിനും കാരൽ ഗാനം പഠിക്കുന്നതിനും തടസ്സമായി നിൽക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് രേഷ്മ മേരിയെ തിരിച്ചെടുത്തില്ലെങ്കിൽ സമാന്തരമായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുമെന്നും അതിൽ കാരൽ ഗാനങ്ങൾക്കൊപ്പം ദേശഭക്തി ഗാനവും ആലപിക്കുമെന്നും ലെറ്റർ മുഖാന്തരം BMS അറിയിച്ചത്. ഇതോടെ ഗവേണിംഗ് കൗൺസിൽ 99% ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷ അനുകൂലികൾ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കാൻ തീരുമാനിക്കുകയും ഒപ്പം വിഷയം വളച്ചൊടിച്ച വ്യാജ വാർത്ത പുറത്തുവിടുകയും ചെയ്യുകയായിരുന്നു. ഗണഗീതം പാടാൻ സമ്മതിക്കാത്തതിനാൽ ക്രിസ്മസ് ആഘോഷം നടത്തുവാൻ BMS സംഘടനയായ BPAOEU സമ്മതിക്കുന്നില്ലെന്നും BMSന്റെ ഭീഷണിയെ തുടർന്ന് ക്രിസ്മസ് ആഘോഷം റദ്ദാക്കുകയാണെന്ന വാർത്ത പുറത്തുവിടുകയും ഒപ്പം ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് ആദ്യം പ്രതികരിച്ച തിരുവനന്തപുരത്തെ തന്നെ RMS ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടനയുടെ സർക്കിൾ സെക്രട്ടറി മുഹമ്മദ് നൈസാം BMSന്റെ തലയിൽ ഈ വിഷയം കെട്ടിവെച്ചുകൊണ്ട് വ്യാജ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ മറ്റു മാധ്യമങ്ങളും ഇടതും വലതും സുഡാപ്പി ഹാൻഡിലുകളും സോഷ്യൽ മീഡിയയും ഇത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. അങ്ങനെ CPMG ഓഫീസ് ജീവനക്കാരനെ മുഹമ്മദ് മാഹിൻ, RMS ജീവനക്കാരനെ മുഹമ്മദ് നൈസാം തുടങ്ങിയ ഇടതുപക്ഷ പോസ്റ്റൽ സംഘടനാ നേതാക്കളാണ് സത്യത്തിൽ ആവശ്യമില്ലാത്ത വിഷയമുണ്ടാക്കി തിരുവനന്തപുരത്ത് പോസ്റ്റൽ വിഭാഗത്തിൽ വർഷങ്ങളായി നടന്നു വന്ന ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കുകയും അനാവശ്യമായി റദ്ദാക്കുകയും വാർത്ത വളച്ചൊടിച്ച് വ്യാജ വാർത്തയുണ്ടാക്കി വർഗീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്തത്. ഈ വ്യാജ വാർത്ത സത്യമറിയാതെ പതിവ് പോലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ സത്യാവസ്ഥ മൂടി വെച്ചുകൊണ്ട് പതിവ് മുതലെടുപ്പിന് ശ്രമം നടത്തുകയുമാണ് ഉണ്ടായത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമെന്നും കാസ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളുടെ യാഥാർത്ഥ്യം തിരിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ടീം കാസ ഫേസ്ബുക്കിലൂടെ അറിയിപ്പ് നൽകുന്നത്.